ഏത് ഭാഷയിലാണെങ്കിലും വാക്കുകളുടെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ ഇംഗ്ലീഷ് വേർഡ്സ് അത് മറ്റൊന്നിനോട് ചെറിയൊരു സാമ്യമുള്ള തരത്തിലുള്ള വാക്കുകളാണ്. 4 വാക്കുകളാണ്. ഒന്ന് ട്രെമ്പിൾ, ഇതുപോലെ തന്നെ ഇതിനോട് സാമ്യമുള്ള വാക്കുകളാണ് ബാക്കിയുള്ള 3 എണ്ണവും. അപ്പോൾ ട്രെമ്പിൾ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഉള്ളിൽ ചെറിയ ഭയം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ട്രെമ്പിൾ. ഫോർ എക്സാമ്പിൾ, he heard a loud voice and he got trembled എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊന്ന്, പൊതുവെ ഈ ഒരു വേർഡ് വരുന്നത് സ്റ്റേജിൽ വലിയ ഒരു നല്ല സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് സ്റ്റേജിലേക്ക് പോയി അതിനുശേഷം അല്ലെങ്കിൽ സംസാരിക്കുന്ന മറ്റു സന്ദർഭങ്ങളായിക്കോട്ടെ അവിടെ ചെന്നതിന് ശേഷം വലിയ ഒരു ഓഡിയൻസോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ഒരു ജനക്കൂട്ടമോ ആളുകളെയോ വിശിഷ്ട വ്യക്തികളെയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഉള്ളിൽ ഒരു ഭയത്തോടു കൂടി വരുന്ന സിറ്റുവേഷനിൽ ട്രെമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. ഹി പ്രിപ്പയർഡ് വെൽ, ഹി വെൻറ്റ് ഓൺ ടു ദ സ്റ്റേജ് ആൻഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്, ബട്ട് ആഫ്റ്റർ എ വൈൽ മേ ബി ബിക്കോസ് ഓഫ് ദി ഹ്യൂജ് ഓഡിയൻസ് ഹി സ്റ്റാർട്ടഡ് ട്രെംബ്ലിംഗ്. സോ ഇങ്ങനെ ഒരു യൂസേജ് ട്രെംബ്ലിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതുപോലെ ശബ്ദം, തണ്ട്, ഇടിമുഴക്കം കേട്ടിട്ട് ട്രെംബിൾ ആവാറുണ്ട്. അതുപോലെ വലിയ ഷൗട്ട്, ആരെങ്കിലും ഒച്ച വെച്ച് ഈവൻ ഒരു ഡോർ വളരെ ശക്തിയായി അടയുന്നത് പോലും ഒരു ട്രെംബ്ലിങ്ങിന് കാരണമാകാവുന്നതാണ്. മറ്റൊരു രസകരമായൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ കിലുക്കം എന്നുള്ള മൂവിയിൽ തിലകൻ ഇന്നസെൻറ്റിനോട് ഷൗട്ട് ചെയ്യുമ്പോൾ ഒരു യജമാനൻ സെർവൻറ്റിനോട് ഷൗട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ട്രെംബിളായി പോകുന്നുണ്ട്. മറ്റൊന്ന് മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലും ഇതുപോലെ വെൻ ഹി വെൻ ടു ദിസ് വടി കോൾ മാടമ്പള്ളി, റൈറ്റ്, ദ ചെയർ വാസ് മൂവിങ് ബാക്ക് ആൻഡ് ഫോർത്ത്. In that situation, he got trembled. Innocent got trembled, and he ran away. Rajappo, Kovaleshna. Ayyo! സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൊക്കെയാണ് ട്രെംബിൾ എന്നുള്ള പദം യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ വരുന്ന മറ്റൊരു വേർഡാണ് ക്രംബിൾ. ക്രംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞ് വീഴുക എന്നുള്ളതൊക്കെ മീനിങ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭൂമി കുലുക്കം അല്ലെങ്കിൽ മണ്ണൊലിച്ചിൽ അല്ലെങ്കിൽ എന്താ പറയുക ഉരുൾപൊട്ടൽ ഇതുപോലെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ബിൽഡിങ്സ്, സ്ട്രക്ചേഴ്സ്, പാലങ്ങൾ ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് ഒരു പീസായി ഫ്രാഗ്മെൻറ്റഡായി വീഴുന്നത് കാണാറുണ്ട്. അത്തരത്തിലുള്ള സിറ്റുവേഷനുകളിൽ നമുക്ക് ക്രംബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. ദി കൺസ്ട്രക്ഷൻസ് were crumbling down when it was hit with the earthquake അല്ലെങ്കിൽ when there was a landsliding, the structure was crumbling down, and the bridge was falling apart അല്ലെങ്കിൽ crumbling down to the water എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഗവൺമെൻറ് തന്നെ 2 ടവറുകൾ, അനധികൃതമായി പണിത 2 ടവറുകൾ പരിസ്ഥിതിക്ക് കോട്ടം പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതിന് ചില നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു 2 ടവറുകൾ നമ്മൾ ഒരു കൺട്രോൾഡ് എക്സ്പ്ലോഷനിലൂടെ പൊളിച്ചു മാറ്റി. അത് ആ പൊളിച്ച വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും, ന്യൂസുകളിലൊക്കെ ഉണ്ടായിരുന്നു. സോ വെൻ ദ എക്സ്പ്ലോഷൻ ഹാപ്പൻഡ് ദെൻ ഇറ്റ് വാസ് crumbling down. Both the towers were crumbling down. അപ്പോൾ ആ ഒരു ചിത്രം ഓർത്താൽ മതി, ഈ ക്രംബിൾ എന്നുള്ള വാക്ക് അവിടെ നിങ്ങളുടെ മനസ്സിൽ കിടക്കും. പിന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൻ നമ്മുടെ മാർക്കറ്റ് ആയിക്കോട്ടെ, market can crumble. Sometimes some changes happen. When the crude oil prices were fluctuating, the market started crumbling. അങ്ങനെ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യുദ്ധം അല്ലെങ്കിൽ ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പം വേൾഡ് വൈഡ് ആയിട്ട് തന്നെ മാർക്കറ്റിന് വലിയ മാറ്റം സംഭവിക്കാറുണ്ട്. സോ ഇറ്റ് ക്രംബിൾസ് ഡൗൺ. ഐ മീൻ ദി ഇക്കോണമി ഇറ്റ് സെൽഫ് crumbled because of various changes happened during the last 2 months or last year. അങ്ങനെ നമുക്ക്
ആ ഒരു സിറ്റുവേഷനിൽ ക്രംബിൾ യൂസ് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് ഈവൻ ലൈഫ് തന്നെ ക്രംബിളായി എന്ന് പറയാം. ലൈഫ് ക്രംബിളായി എന്ന് പറയാം. നമ്മുടെ പ്രതീക്ഷകൾ, നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മുടെ വിശ്വാസം, ഇതൊക്കെ ചില സമയത്ത് നമ്മൾ യാഥാർത്ഥ്യവുമായി കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും നമ്മളുടെ പ്രതീക്ഷകൾ, വിശ്വാസങ്ങൾ എല്ലാം ക്രംബിളായി പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, I had a very good hope when I reached this place, but unfortunately everything crumbled എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രതീക്ഷയുമായി നമ്മൾ ജോലി അല്ലെങ്കിൽ ബിസിനസ്, ജീവിതത്തിലെ ചില സന്ദർഭങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷ കൂടുതൽ എക്സ്പെക്റ്റേഷനോടുകൂടി നിൽക്കുകയും പിന്നീട് യാഥാർത്ഥ്യവുമായി നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ പലപ്പോഴും എല്ലാം തകിടം മറിഞ്ഞ് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴുന്നത് പോലെ ക്രംബിളായി പോകാറുണ്ട്. ഇതിന് ഏറ്റവും പെട്ടെന്ന് ഓർക്കാവുന്നത് ഒരു മൂവി സീൻ തന്നെ പറയാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിൽ മോഹൻലാലും ശ്രീനിവാസനും ഗഫൂർ കെയുടെ സഹായത്തോടു കൂടി ഗൾഫിലേക്ക് ഉരുവിൽ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ മരുഭൂമിയിലേക്ക് എന്ന് പറഞ്ഞ്, ഗൾഫിലേക്ക് എന്ന് പറഞ്ഞ് അവസാനം എത്തിപ്പെടുന്നത് മദിരാശിയിലായി പോകുന്നു. സോ they got into this situation and their life got crumbled. ആ ഒരു പോയിന്റിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ അസംഷൻസ്, അവരുടെ സ്വപ്നങ്ങൾ അതൊക്കെ ക്രംബിളായി പോവുകയാണ് ചെയ്തത്. പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും. ആ ബസിന്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന തമിഴല്ലേ? പാരീസ്. പാരീസിലേക്ക് ഇവിടുന്ന് ബസ്സാ? അയ്യോ, പാരീസിലേക്ക് ആരെങ്കിലും ബസ് സഞ്ചരിക്കൂ? ഗൾഫിലെവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്റെ ഈശ്വര, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല, അയ്യോതാ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ. സോ ഈ ഒരു വാക്ക് ഇനി നിങ്ങൾ മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വേർഡ് ഇതുപോലെ തന്നെയുള്ള കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഫംബിൾ. ഫംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതറുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. കയ്യിൽ നിന്ന് തുളുമ്പി പോവുക, ചെറിയൊരു ഭയം, പെട്ടെന്ന് വളരെ ഒരു ധൃതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കളൊക്കെ വീഴാറും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഉള്ള ഒരു സംഗതിയാണ് ഫംബിൾ എന്ന വേർഡ്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് പറയാം. ഞാനൊക്കെ ഫംബിൾ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ കൂടുതലും കേട്ട് പരിചിതമായ ഒരു സിറ്റുവേഷൻ ക്രിക്കറ്റ് കമൻട്രി കേട്ടിട്ടാണ്. അതിൽ പലപ്പോഴും ക്രിക്കറ്റിലെ കമൻട്രിയിൽ ബാറ്റ് ചെയ്യുന്ന ആൾ ബോൾ അടിക്കുമ്പോൾ അത് ക്യാച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ബോൾ കയ്യിൽ നിന്ന് ഫംബിളായി പോകാറുണ്ട്. അങ്ങനെയാണ് ഒരാൾ ഔട്ടാകുന്നത്. അപ്പോൾ പിടിക്കുന്നത് പ്രോപ്പറായിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് തുളുമ്പി താഴേക്ക് വീണ് കഴിഞ്ഞാൽ ഔട്ടാവില്ല. അപ്പോൾ നോർമലി ദേ യൂസ് ടു ടെൽ ലൈക്ക് ഹി ഫംബിൾഡ് ഇറ്റ് ആൻഡ് ഡ്രോപ്ഡ് ഇറ്റ് ഡൗൺ എന്ന് വേണമെങ്കിൽ അതുപോലെ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ മറ്റു സിറ്റുവേഷനുകളിൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ ധൃതിയിൽ ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോവുകയാണ്. അപ്പം പോകുന്ന സമയത്ത് കയ്യിൽ നിന്ന് കീ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് നമുക്ക് അറിയില്ല. അപ്പം അത് കയ്യിൽ നിന്ന് തുളുമ്പി അല്ലെങ്കിൽ താഴേക്ക് തിരയുന്നതിനിടയിൽ താഴേക്ക് വീഴുന്നു, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ലോക്കിൽ ഫിക്സ് ചെയ്യാൻ കഴിയാതെ, നമുക്ക് പ്രോപ്പറായിട്ട് തിരിച്ച ലോക്ക് അൺലോക്ക് ചെയ്യാൻ കഴിയാതെ കയ്യിൽ നിന്ന് വീഴുന്നതിനൊക്കെ ഫംബിൾ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റേജിൽ തന്നെയാണ്. വാക്കുകളാണ് പലപ്പോഴും ഫംബിളായി പോകാറുള്ളത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് സ്റ്റേജിൽ പോയി എന്തെങ്കിലും പെർഫോം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഹി ഫംബിൾഡ് വിത്ത് ദ വേർഡ്സ്. ഹി സ്റ്റാർട്ടഡ് ഫംബിളിങ് വേർഡ്സ്. It seems he lost what he studied, or he lost the train of thought. അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വെച്ച കാര്യങ്ങൾ മറന്നുപോയി എന്ന് തോന്നുന്നു. സോ ഹി സ്റ്റാർട്ടഡ് ഫംബ്ലിങ്. ഇത് സ്കൂളിൽ ചിലപ്പോഴൊക്കെ ടീച്ചേഴ്സ് ഹോംവർക്കൊന്നും ചെയ്യാതെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ചിലപ്പം കുട്ടികൾ ആൻസർ പറയുന്ന സമയത്ത് ഫംബിൾ ചെയ്യാറുണ്ട്. സോ when the teacher asked him the question, then what happened? The student, he did not know what to answer, and finally he started trying to tell something, but she could understand, or the teacher could understand that he was fumbling words. അവന് പ്രോപ്പറായിട്ട് ആൻസർ കിട്ടിയിരുന്നില്ല എന്നർത്ഥം. സോ ഇത്തരം സിറ്റുവേഷനുകളിലൊക്കെ ഫംബ്ലിങ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. എന്നാൽ ഈ വാക്ക് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഈ സീരീസിലെ ഈ ഒരു ഗ്രൂപ്പിലെ ലാസ്റ്റിലെ വേർഡാണ് സ്റ്റംബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്റ്റംബിൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞു വീഴുക, അല്ലെങ്കിൽ തടഞ്ഞു വീഴുക എന്നുള്ളതൊക്കെയാണ് സ്റ്റംബിൾ എന്ന് പറഞ്ഞാലുള്ള മീനിങ്.
അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷനുകൾ ഏതൊക്കെ? അപ്പോൾ നമ്മളൊരു റോഡിലൂടെ ഓടുകയാണ്, അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ ഓടുകയാണ്, നമുക്ക് പരിചിതമല്ലാത്തൊരു വഴി തന്നെ ആയിക്കോട്ടെ. അതിലൂടെ പോകുമ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ തടി കഷ്ണം അതിൽ അറിയാതെ തടഞ്ഞു വീഴുന്നു. വെൻ ഹി വാസ് റണ്ണിങ് ഓൺ ദാറ്റ് റോഡ്, ഓൺ ദാറ്റ് പാത്ത്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഹി സ്റ്റംബിൾഡ് അപ്പോൺ ദാറ്റ് ലോഗ് ഓഫ് വുഡ്. അതുപോലെ ഒരു കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു മേഖലയാണ്, ഞാൻ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ വായിക്കുന്നത് ഒരു പർട്ടിക്കുലർ മാറ്ററാണ്, പക്ഷേ പെട്ടെന്നാണ് ഒരു ന്യൂ ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സോ വി ക്യാൻ സേ ലൈക്ക് ഐ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ബട്ട് ദെൻ ഐ സ്റ്റംബിൾഡ് അപ്പോൺ an article which was about maybe AI, an artificial intelligence, something new. Then I started, reading that article more, and again I started reading that article because I stumbled upon it, which was unexpected. It was a very interesting article, so I like to read that. So stumbled upon എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിക്കാം. അതേപോലെ എന്തെങ്കിലും സ്റ്റോണിൽ തട്ടി, അല്ലെങ്കിൽ വാതിലിൻ്റെ പടിയിൽ തട്ടി, അവിടെയൊക്കെ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കാലിൽ തട്ടി ഒക്കെ വീഴുന്നതിനൊക്കെ സ്റ്റംബിൾഡ് അപ്പോൺ എന്ന് പറയാം. ഇത് മാർക്കറ്റിൻ്റെ കാര്യത്തിലും എക്കണോമിയുടെ കാര്യത്തിലും ഒക്കെ സ്റ്റംബിൾഡ് യൂസ് ചെയ്യാവുന്നത്. മാർക്കറ്റ് സ്റ്റംബിൾഡ് ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് എ ടെമ്പററി ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റിക്കവറിങ്. സോ മുൻപ് നമ്മൾ പറഞ്ഞത് ക്രംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു നിലം പരിശായ അവസ്ഥയാണ്. അത് മാർക്കറ്റാണെങ്കിലും അത് റിക്കവർ ആവാൻ ഒരുപാട് സമയമെടുക്കും. ബട്ട് ഹിയർ ദിസ് ഈസ് സ്റ്റംബിൾഡ്. അതൊരു ചെറിയൊരു ഇൻസിഡൻ്റാണ്, ഒരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വൈകാതെ തന്നെ റിക്കവറായി വരാൻ പറ്റും. സോ ഹിയർ വി ക്യാൻ യൂസ് സ്റ്റംബിൾഡ് ആസ് വെൽ ആസ് വെൻ വി ക്യാൻ യൂസ് ക്രംബിൾഡ് ഓൾസോ ക്യാൻ ബി യൂസ്ഡ് in case of situations related with market, world economy and so on and so forth. അപ്പോൾ ഈ ഒരു 4 വാക്ക് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ട്രംബിൾ, ഫിയർ റിലേറ്റഡ് ആയിട്ട്. ക്രംബിൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്നത്, അല്ലെങ്കിൽ ചെറിയ പീസുകളായി വീഴുന്നത്, അത് ക്രംബിൾ. പിന്നെ ഫംബിൾ, വാക്കുകൾ കയ്യിൽ നിന്ന് പതറിപ്പോകുന്നത്. പിന്നെ വരുന്നതാണ് സ്റ്റംബിൾ, തടഞ്ഞു വീഴുന്നത്. അങ്ങനെ ഈ 4 വാക്കുകൾ നമ്മളിപ്പോൾ ശരിക്ക് പഠിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മംബിൾ, ഹംബിൾ, റാമ്പിൾ, ആമ്പിൾ. അപ്പോൾ ഇതുപോലുള്ള വാക്കുകൾ നിങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഒന്ന് മറ്റൊന്നിനോട് എങ്ങനെയാണ് സാമ്യത്തിൽ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി ഓരോ സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും ഇതുപോലെയുള്ള വാക്കുകളുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ തിരിച്ചു വരാം. താങ്ക് യു.